അപ്പോൾ നമസ്കാരം. ഏതായാലും കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നൊരു 3 മാസത്തിന് ശേഷമാണ് കണ്ണൂർ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിച്ച് വോട്ടെണ്ണലിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ വോട്ടേഴ്സിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലും UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലുമാണ് ഈ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, റിസൾട്ട് വരാൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർക്ക് ഒരു സംശയമില്ല. കഴിഞ്ഞ 1.25 വർഷമായി ഞാൻ പറഞ്ഞ പിണറായിസം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. 8.5 വർഷക്കാലത്തോളം ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ സംവിധാനത്തിനോട് പരമാവധി കൂറ് പുലർത്തി ഒരുപാട് പ്രതിസന്ധികൾ വ്യക്തിപരമായി നേരിട്ടൊരു വ്യക്തിയാണ്. അന്നൊക്കെ നമ്മൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനാകാൻ ഉണ്ടായ കാരണം ഒരു സെക്യുലർ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചെടുക്കാനുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. ഒരു പാരമ്പര്യ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചൊരു കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ഒരു ആകർഷണമാണ് യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഫാസിസമാകുകയും രാജ്യത്തിൻ്റെ പട്ടിണി ചർച്ച പോലും മാറിയിട്ട് നമ്മൾ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളാണ് കഴിഞ്ഞ 10-15 വർഷമായി ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയം. അതിൽ നല്ലൊരു ശക്തമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മളൊക്കെ അവരുമായി സഹകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും. രണ്ടാമത്തെ ഒരാശയം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവുമായിരുന്നു CPM ഇടതുപക്ഷം. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം 91-ൽ നിന്ന് 99 സീറ്റ് രണ്ടാമത് അധികാരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വന്നു എന്ന് മാത്രമല്ല, മുമ്പുണ്ടത് തന്നെ 91 സീറ്റ് വലിയ ഭൂരിപക്ഷത്തിലാണ് 16-21 ഗവൺമെൻറ് മുന്നോട്ട് പോയത്. വീണ്ടും ഒരു 8 സീറ്റ് കൂടി കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടാം ഊഴം നൽകുന്നത്. സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നുകൂടെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഗവൺമെൻറ് ഈ പറയുന്ന മതേതരത്വത്തിലും സോഷ്യലിസത്തിലും അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകുമെന്ന് കണക്കാക്കി തന്നെയാണ് നാട്ടിലെ തൊഴിലാളികളും ജനങ്ങളുമൊക്കെ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിൽ എത്തിച്ചത്. 21-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 1.5 വർഷം കഴിയുമ്പോൾ നേരെ പിണറായി തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആ തിരിച്ചിൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഒരു U-ടേണൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്ന് എക്സ്ട്രീം വലതുപക്ഷത്തിലേക്ക് ഉള്ള ഒരു തിരിച്ചിലാണ് പിണറായി തിരിയുന്നത്. ആ തിരിച്ചിലിനെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടത്. അതിലൊരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിണറായിസം എന്ന് പറയുന്ന ഇഷ്യൂസിൽ ഏറ്റവും വലുത് മതേതരത്വത്തെ ബലി കഴിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഫാസിസ്റ്റുകൾക്ക് കടന്നു വരാനും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറയാൻ കഴിയില്ല, അണ്ടർഗ്രൗണ്ട് ഒരു നല്ല ബന്ധം പിണറായി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ വിഷയമാണ് അത്തരത്തിലുള്ളൊരു ടേൺ ഔട്ടിന് കാരണമായതെന്ന് വിശ്വസിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകൾ സെൻട്രൽ ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ഒക്കെ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ മാറ്റമുണ്ടാകുന്നത്. പക്ഷേ ആ മാറ്റം ഇടതുപക്ഷത്തിൻ്റെ പതനത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം എന്ന ഒരു വികാരത്തിന് അപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്ത് UDF-നെ അധികാരത്തിൽ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം പിണറായി വിരുദ്ധതയാണ്. ആ പിണറായി വിരുദ്ധത കേരളത്തിലുടനീളമുണ്ട്. ഈ പിണറായിയുടെ ഈ U-ടേൺ അടിയുടെ ഭാഗമായിട്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം പൊതുസമൂഹത്തിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, ഇടതുപക്ഷത്തിനാണ്. അപ്പം ഒരു 3-ാം ഊഴം പിണറായിക്ക് നൽകിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച പരിപൂർണമാകുമെന്നും ഇവിടെ ഒരു മുതലാളിത്ത കേന്ദ്രീകൃത ഭരണത്തിലേക്ക് കേരളത്തിലെ മാറുമെന്നും ഇവിടുത്തെ സഖാക്കളും തൊഴിലാളികളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി അതിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ട് സർവ്വലോക മുതലാളിമാരെ കേരളത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് മാറി. തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും
തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നുപോലും ഇടപെടുകയോ പരിഹരിക്കുകയോ അവർക്ക് സമരം നടത്താനുള്ള അവരുടെ ആർജവം പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾക്കറിയാം, ഇവിടെ നടന്ന സർവേ റിപ്പോർട്ടുകൾ, ആ സർവേ റിപ്പോർട്ടുകൾ വരുന്നതിന് തലേ ദിവസം ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നു. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിൻ്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23 ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109, 110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിൻ്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരേട്ടൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷ പോറ്റി ഈ പറയുന്ന പിണറായി സത്തിൻ്റെ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ, CPM-ന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കുടുംബാധിപത്യ ഏകാധിപത്യ പിണറായിയുടെ ഈ ധാർഷ്ട്യ രാഷ്ട്രീയമാണ്, ഈ പറയുന്ന ഫാസിസ്റ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ന് പറയുന്നത്, പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടു കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം റിസൾട്ടിൻ്റെ 24 അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഇപ്പം ഇന്ന് വന്നത് എൻ്റെ സുഹൃത്താണ് നിസാർ മേത്ര. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹമുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ പറയുന്നത് പോലെ അവൈലബിളായ ലീഡേഴ്സിനെ കാണാൻ പറ്റിയാൽ കാണും. ഇല്ല, തെരഞ്ഞെടുപ്പിന് എന്നെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ടൈറ്റ് മത്സരമായിരുന്നു. എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ആ ബേപ്പൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക എന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണല്ലോ, 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF-നുള്ളത്. അവിടെ 8ഉം 10ഉം MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിലെ മത്സരമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെ പണം ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന അറേഞ്ച്മെൻറ്റ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജി, അത് പൊളിഞ്ഞ് തവിട് പൊടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റു 12 സ്ഥാനാർത്ഥികളും അന്തം വിട്ടൊരവസ്ഥയുണ്ടായി. ഇതിനെ നയിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് മുങ്ങാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം LDF ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം
അത് നയിക്കാനുണ്ടായിരുന്ന കപ്പിത്താൻ മുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടിയാവാണ് കോഴിക്കോട് ജില്ലയിൽ. UDF അടിച്ചു കയറി ഇവരെ സംബന്ധിച്ച് ഇവരെ അന്തം വിടുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ പല സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് ബേപ്പൂര് വിട്ടിട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇവരുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ വി കുഞ്ഞകൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ സംസാരിച്ചു. അവർ നിങ്ങളുടെ ആശയത്തിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞങ്ങളൊരു ആശയത്തിലാണല്ലോ, ആൻറ്റി പിണറായിസത്തിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ആ പിണറായിസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവരൊക്കെ മത്സരിച്ചിട്ടുള്ളത്. അല്ല അതൊക്കെ എന്താ പറയാ, നമുക്ക് പറയേണ്ടത് ഈ മധുസൂദനെ ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെയാണല്ലോ. ആ മധുസൂദനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക പറയുക മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഫണ്ട് അതുപോലും കൊള്ളയടിക്കപ്പെട്ടു. അതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഉടനീളം പിണറായിസവും മരുമോനിസവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണെങ്കിൽ ഇവിടെ കണ്ണൂരിൽ ഈ 2 ഫാക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയരാജന്മാരുടെ വിഷയമുണ്ട്. 3 ജയരാജന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നില്ല കണ്ണൂരിലെ പത്രമാധ്യമങ്ങൾക്കറിയാം. അവരെടുക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അവരുണ്ടാകേണ്ടടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ഞാനീ പറയുന്ന മരുമോനിസത്തിൻ്റെ ബാക്കി പത്രമാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായും മരുമകൻ്റെ കാൽക്കീഴിലാക്കാൻ എത്ര നേതാക്കന്മാരെയാണ് ഇവിടെ വെട്ടിനിരത്തിയത്? ആ വെട്ടിനിരത്തിയതിൻ്റെ ഒരു ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അതും അവസാനിക്കില്ല. ഇവിടെ പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രശ്നമുണ്ട്. ഇവിടെ നടന്ന ഒരുപാട് രാഷ്ട്രീയ സംഘടനകളിൽ മരണപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട കേസുകൾ ഈ പി ശശി അധികാരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ഇവിടെ നടന്ന BJP RSS CPM സംഘടനത്തിൽ പ്രതികളാകപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടവരായ സഖാക്കൾ പോലും ഈ പീരീഡിൽ നടന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടുത്തെ രക്തസാക്ഷി കുടുംബങ്ങളിൽ ഇവിടെ ചർച്ചയുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് ശിക്ഷയില്ലാതെ കേസുകളിൽ CPM പ്രവർത്തകരെ വെറുതെ വിട്ട കേസ് അപ്പീലിൽ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഈ പറയുന്ന രക്തസാക്ഷി കുടുംബത്തിലെ ഒരു വലിയ വിഷയമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന് ഇവിടുത്തെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇവിടെ സുനാമി ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്നും സഖാക്കൾ പുറത്തു പറയുന്നു. അവിടുന്ന് ശബ്ദം പോലും നമ്മളാരും കേൾക്കില്ല. ഇവിടെ തരംഗമുണ്ടോ എന്ന് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സർവേ ടീമും സംശയിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ തരംഗമുണ്ട്. അത് അണ്ടർഗ്രൗണ്ട് തരംഗമാണ്, സുനാമിയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു സഖാവിൻ്റെ മുഖത്തുനിന്ന് പോലും ഒരാൾക്കും അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയും മൗനമായിട്ടുള്ള സുനാമി ഓപ്പറേഷനാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഈ ഇഷ്യൂസിന് പുറമെ ഇവിടെ പിണറായി വിഷയം, മരുമകൻ പ്രശ്നം, ഈ പറയുന്ന ജയരാജന്മാരുടെ വിഷയം, പി ശശിയുടെ ഈ ഇമ്പാക്റ്റ്, അതിന് പുറമെ ഏറ്റവും അവസാനമായിട്ട് ഗോവിന്ദ മാഷ് പാർട്ടി എടുത്ത നിലപാട് തളിപ്പറമ്പിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. ഇവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിലൊന്നും ആവശ്യമായ പിന്തുണ പോലും കിട്ടാതെ ഗോവിന്ദൻ മാഷയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം, അതിന് പിൻബലമേകാൻ നൽകിയ ആ സീറ്റ്, അതിവിടെ എത്രത്തോളം ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ഇതൊന്നും പുറത്തേക്ക് കാണില്ല. പിന്നെ അവസാനത്തെ റിയാക്ഷൻ ഇവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി നിരത്തപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സണ്ണിക്കെതിരെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും ജനപ്രീതിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറി കൊറോണ കാലഘട്ടത്തിലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയേക്കാളും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ആർക്കാ? ടീച്ചർക്കാണ്. അപ്പോൾ കേരളത്തിൽ ഒരാൾക്കും എന്നെക്കാളും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല, ഒതുക്കി കളയണം. അതിനാ ടീച്ചറെ കൊണ്ടുപോയി ആ മലയോരത്ത് കൊണ്ടുപോയി ഒതുക്കി. ഇതിവിടെ ചർച്ചയെല്ലാം തോന്നുന്നുണ്ട് നമുക്ക്. ഇതിൻ്റെ എല്ലാം എഫക്റ്റ് കണ്ണൂർ ജില്ലയിലും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലും ഉണ്ട്.
ഇനിയിപ്പോൾ ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും ഇഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് സർവേയിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. DV അൻവർ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണോ അത്തരത്തിലൊരു മുന്നേറ്റത്തിൽ നിലനിർത്താൻ പറ്റിയത്? അല്ല, റിയാസിനായിരുന്നു ആ ജില്ലയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലക്കും പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന നിലക്കും ആ ജില്ലക്കാരൻ എന്ന നിലക്കും അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഓരോ സെക്രട്ടേറിയറ്റ് മെമ്പർക്കും ആ ജില്ലയുടെ ചാർജ് ഉണ്ടാകും. ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നതും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് എല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നടന്നു. ഇതിനു വേണ്ടിയിട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ വേഴാമ്പലിനെ പോലെ ഇപ്പോൾ പോസ്റ്റർ വരും, ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാർ വരും, ഇപ്പോൾ ബാനർ വരും, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രസംഗിക്കാൻ ആൾ വരും എന്ന് കരുതി അന്തം വിട്ട് നടന്നു. അവർ നിരായുധരായി. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഒരു റൂട്ടിലേക്ക് പോയി. UDF പ്രവർത്തകർ അടിച്ചു കയറി. അത് തന്നെയാണ് സംഭവിച്ചത്. അത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൻ്റെ ബൗണ്ടറി കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അല്ല, അത് മുന്നേറ്റത്തിന് അൻവർ അവിടെ മത്സരിച്ചത് കൊണ്ടാണോ മുഹമ്മദ് റിയാസ് അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ വായ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ബെറ്റിൽ നിന്ന് യൂട്ടേൺ അടിക്കാൻ കാരണം എന്താ? ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയോ? ആരാ ബെറ്റിൽ നിന്ന് യൂട്ടേൺ അടിച്ചത്? ആരടിച്ചത്? ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല അല്ല അല്ല, അത് നിങ്ങളെ വാർത്തെടുത്ത് കേൾക്കൂ. ഞാൻ ബെറ്റിനെ എങ്ങോട്ടേക്കാണ് ക്ഷണിച്ചത്? ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാണ് ക്ഷണിച്ചല്ലേ. എന്താണ്? അഗ്രിമെൻ്റ് എഴുതാൻ. ഞാൻ തോറ്റാൽ ഞാൻ മുട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മുട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ അല്ല, അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല, അതൊരു വ്യക്തിപരമായ അധിക്ഷേപം തന്നെ അദ്ദേഹം നടത്തുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപം എന്താ? ഒരു വ്യക്തിക്കെതിരല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് UDF അധികാരത്തിൽ വരും എന്ന് ഇവിടെ ചർച്ച നടക്കുന്നത് UDF നേതാക്കന്മാർക്ക് പിരിവ് നടത്താനാണ്. നാട് മുഴുവൻ പിരിവ് നടത്താൻ UDFൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പം കേരളത്തിലെ മുഴുവൻ മാന്യന്മാരായ UDFൻ്റെ നേതാക്കന്മാരും ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പിരിവ് നടത്തി പോവുക എന്ന് വ്യക്തിഹത്യ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മന്ത്രിയുടെ ആഫീസിലെ സെക്രട്ടറി ആയിരുന്നു IAS കാരനായ ബിജു പ്രഭാകരൻ, PWയുടെ. അദ്ദേഹം എന്താ പറഞ്ഞ്? ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ മൂക്കിൽ വലിച്ചു ഈ മന്ത്രി. 91 ദിവസമാണ് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. എന്നെ മാറ്റി ഈ അഴിമതി കണ്ടിട്ട്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ കൊള്ളയടിച്ച വ്യക്തി ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മാന്യന്മാരായ UDF ലീഡർഷിപ്പിനെ മുഴുവൻ കള്ളന്മാരും വളഞ്ഞ വഴിയിൽ പണം പിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരവിടെ വ്യക്തിത്വം നടത്തുന്നത്? ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന തെറി ആരാ എഴുതുന്നത്? ആരാ എഴുതിക്കുന്നത്? അപ്പം ആ ഒരു വ്യാജമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ഇമേജ് ഉണ്ടല്ലോ. ഞാൻ പറയും ഒരു പുളിങ്ങ എന്ന ചെറിയെന്ന് നമ്മുടെ നാട്ടുകാർ പണ്ടത്തെ ആൾക്കാർ പറയും, അപ്പോൾ കണ്ണൂർക്കാരും പറയുന്നുണ്ടാവും. അല്ല, ഞാൻ പിന്മാറില്ലല്ലോ, ഞാനിപ്പോഴും അതിൽ തന്നെ. ഇനിയും സമയമുണ്ടല്ലോ. ഏറ്റെടുക്കുന്നതിന് പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ ബെറ്റ് വെക്കുമ്പോൾ 10,000 ബെറ്റ് വെച്ചാൽ നിങ്ങളും അത് കെട്ടി വെക്കാൻ തയ്യാറാവണ്ടേ? ഏകപക്ഷീയമായ ബെറ്റിനെന്താ എനിക്കത് താക്കോല വട്ടമുണ്ടോ?
ബേപ്പൂരിൽ തന്നെ ആയിട്ട് അങ്ങനെ മുട്ട അടിക്കുകയാണെങ്കിൽ വല്ല ബാർബർ ഷോപ്പിൽ വല്ല ഒഴിവുണ്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ? ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, അതിങ്ങനെ വ്യക്തിപരമായിട്ടും ഇങ്ങനെ ഈ ശരീരത്തിന്റെ ഈ മുടി കുറിച്ച് കളഞ്ഞത് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അതിലും മോശമായിട്ട് അവർ പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ചോദ്യമില്ലല്ലോ, എന്തിനാണ് ഈ UDF ലീഡർഷിപ്പ് ഇപ്പൊ പിരിവ് നടത്തുന്നത് എന്ന് പറയുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? ആണോ? അല്ലല്ല, ആണോ? നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. താങ്കൾ അദ്ദേഹത്തിന്റെ മുടി മുറിക്കുന്ന ഈ കാര്യം ഞാൻ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞു. കേരളത്തിലെ UDF ലീഡർഷിപ്പ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പിരിവ് നടത്തുക എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? അല്ല, അതാ ഒരു വ്യക്തിയല്ല പുള്ളി കേന്ദ്രീകരിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് പറയാം. ആ കണ്ടെയ്നറൊക്കെ വരും, അവിടെ നിൽക്കട്ടെ. ആ കണ്ടെയ്നറല്ല ഇപ്പം ഞാൻ ഈ ചോദിച്ചതിന് പറയും. ഞാൻ വ്യക്തിഹത്യം നടത്തുക എന്ന് പറയുമ്പോൾ UDF ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പണം പിരിക്കുന്നു എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കളുടെ അഭിപ്രായം എന്താ പറയാ? ബാക്കി മറുപടി ഞാൻ പറഞ്ഞുതരാം. അത് അതിലേറെ മോശം. അതൊരു വ്യക്തിയാണ്. അത് അതിലേറെ മോശമാണ്. ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇതിലാരൊക്കെ പെട്ടു? കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ പെട്ടു. ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ടവരും പെട്ടു. UDF നേതാക്കൾ പണം പിരിക്കുന്നു പറഞ്ഞു. ഇവരൊക്കെ UDF നേതാക്കന്മാരല്ലേ? ഓരോരുത്തർ ചോദിക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ കമ്മൽ ഞാൻ ഇട്ടോളാം, വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അല്ല, അത് നിങ്ങൾക്ക് അതിനെ എങ്ങനെയെങ്കിലും ഏത് രീതിയിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ കാര്യം ഓരോരുത്തരുടെ ഐഡിയക്കാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അഡീഷണൽ ആയിട്ടൊരു ഭാരം കൂടി ഏറ്റെടുക്കാം, ഒരു കമ്മലും കൂടി ഇടാം. പുള്ളി മുട്ട അടിച്ചാൽ മതി എന്നാ പറഞ്ഞ്. അതിനപ്പുറം എന്തായാലും എത്ര ആണുങ്ങൾ എത്ര ആളിപ്പോൾ കമ്മലിട്ട് നടക്കുന്നുണ്ട്? ഇപ്പൊ ഈ ജെൻസി മുഴുവൻ കമ്മലിട്ടിട്ടല്ല നടക്കുന്നത്. കമ്മലിന് എന്താ കുഴപ്പം? ജെൻസികൾ മുഴുവനാ കമ്മലിട്ടിട്ടാണ് നടക്കുന്നത്. അതൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഫാഷനാണ്. മൊട്ടയടിച്ച കമ്മലൊക്കെ ഇട്ട് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിപ്പോൾ ഇത് പറയുന്നു, ഇവിടെ ട്രോള് വരില്ല, എന്നെ മൊട്ടയടിക്കില്ല, എനിക്ക് കമ്മലിടില്ല എന്നൊന്നും ഞാൻ കരുതില്ല. ഇതൊക്കെ ഉണ്ടാവും കരുതിയിട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തള്ളൽ മിനിയാന്ന് രാവിലെ അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അന്ന് രാവിലെ 5 TVയോടെ പറഞ്ഞു 88,000 വോട്ടിന് ഞാൻ ജയിക്കും. 88,000 വോട്ടോടെ ഉണ്ടാവും, റെക്കോർഡ് ഭൂരിപക്ഷം. 25,000 വോട്ട് ഭൂരിപക്ഷം അല്ല, 88,000 പുള്ളിക്ക് കിട്ടുമ്പോൾ ഇത് തള്ളി മറിക്കുക. ആ മണ്ഡലത്തിലെ കുറേ പാവപ്പെട്ട പ്രവർത്തകർ, രാപ്പകലിൽ അധ്വാനിച്ച UDF പ്രവർത്തകർ, അവർ ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. അവർ പിന്നെ വിളിക്കുകയാണ്. അല്ല, എന്താവും നമ്മൾ റിയാസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ? എന്തിനത്? അദ്ദേഹം സ്വകാര്യമായിട്ട് നടത്തുന്ന സംഭാഷണം പോലും നമ്മൾ അറിയുന്നുണ്ട്. അവിടെ അവർ പറയുന്നത് ബേപ്പൂരിൽ 2,000-3,000 വോട്ടിന് അവർ ജയിക്കുന്നില്ല. ആ പറയുന്ന അതേ വ്യക്തി തന്നെ പുറത്തിറങ്ങിയിട്ട് ഈ സാധുക്കളായിട്ടുള്ള ഈ പ്രവർത്തകരെ എന്തിനായി ടെൻഷൻ അടിപ്പിക്കുന്നത്? അപ്പോൾ ഞാനൊരു ആത്മവിശ്വാസം 100% പ്രകടിപ്പിക്കൽ ഈ പ്രവർത്തകരുടെ ഒരു മാനസിക ആശ്വാസത്തിന് ആവശ്യമാണെന്ന് തോന്നിയോണ്ടാണ് ആ റിസ്ക്കും എന്താ പറയുക ഈ പറയുന്ന കമ്മലും നിങ്ങളുടെ ട്രോളൊക്കെ നമ്മൾ സഹിച്ചോടെ ഇരിക്കുന്നത്. നാളെ മറ്റന്നാൾ കൂടെ അല്ലേ ഉള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ അന്വേഷിക്കണം എന്ന് PV അൻവർ ആവശ്യപ്പെടുന്ന കാര്യം ഏറ്റവും അല്ല, അതിപ്പോൾ ഞാൻ കൊടുത്ത മുഖ്യമന്ത്രിക്ക് അന്ന് കൊടുത്ത പരാതിയിലെ പ്രധാന വിഷയങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ ഈ SIT അന്വേഷിച്ചിട്ട് ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ റിട്ട് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് തന്നെ അന്വേഷിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടുത്തെ ഈ പറയുന്ന പിണറായിസത്തിൻ്റെ ആകത്തുക. പിന്നെ അതിൽ പെടാത്തൊരു സംഗതിയുണ്ട്, ഊരാളുങ്ങൾ സൊസൈറ്റി നടത്തിയ കൊള്ളകൾ. അത് ഈ കേരളത്തിൻ്റെ മുച്ചൂടും മുടിച്ച കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. അതൊരു സ്പെഷ്യൽ എൻക്വയറി നടത്തുക തന്നെ വേണം. ഇവിടെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു 10% എഡ്ജുണ്ട്, പ്രിഫറൻസ്. അത് നിർത്തലാക്കണം. 10 തൊഴിലാളികളെ മുന്നിൽ കാണിച്ചിട്ട് അതിൻ്റെ പിന്നിൽ തൊഴിലാളി ഇപ്പോഴും തൊഴിലാളി, ആ പാവപ്പെട്ട ULCCയിലെ തൊഴിലാളികൾ വെയിലും കൊണ്ട് പണിയെടുക്കുന്ന നമ്മൾ കാണുന്നതാണ്. അതായത് വിരലിലുണ്ടാകുന്ന 10, 100, 500 ആളുകളുള്ളത്. അതിൻ്റെ പിന്നിലുള്ളവരൊക്കെ കോടാനകോടീശ്വരന്മാരായി മാറി. ഈ പറയുന്ന പിണറായിയുടെ ഒരു കുടുംബ സ്വത്താക്കി അതിനെ മാറ്റി. ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമത്തിൽ പോലും അതിൽ കൊള്ളയടിക്കപ്പെട്ടു ULCC എന്ന് പറഞ്ഞത് ഞാനല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്ന വിഷയമാണത്. അപ്പം ആ ULCCയെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം. കോടികൾ ഇവിടെ നമ്മളെ പൊതുസമൂഹത്തിൻ്റെ മുതൽ ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം ആ പരാതിയിലില്ല, എന്നാൽ സംഭവമില്ല. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ
തിരിച്ച് ജയിലിലാക്കി ആ സ്വർണം തിരിച്ചു പിടിക്കണം. ഇതൊക്കെ തന്നെ അവിടെ നടക്കേണ്ട അന്വേഷണം. ഈ ബേപ്പൂരിൽ എന്തായാലും ഒരു മന്ത്രി ഉണ്ടാവില്ലേ? ബേപ്പൂരിലോ? ഇവിടെ ഇത്തവണത്തെ ഒരു മന്ത്രി അത് പറയാൻ വയ്യ. ബേപ്പൂരിനായിട്ടൊരു മന്ത്രി ഉണ്ടാവുമല്ലേ എന്നുള്ളത്. UDF സുനാമിയിൽ ആരാകും മുഖ്യമന്ത്രിയാവുക? എങ്ങനെ? UDF സുനാമിയെങ്കിലേ ആരാകും മുഖ്യമന്ത്രിയാവുക? ഇടതുപക്ഷത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അല്ല അല്ല അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ആരാവും എന്നറിയണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ 10-30 സീറ്റിൽ ആരൊക്കെ അവിടെ എത്തുന്ന ആദ്യം അറിയണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ധാരണ ഉണ്ടോ എന്ന് അറിയുന്നത്? LDF പറയുന്നത് അവർ ജയിക്കുന്നതാണ്. എങ്ങനെ? അൻവറിന്റെ കാര്യം ജയിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിണറായിനായിരിക്കുമോ പ്രതിപക്ഷ നേതാവ്? അല്ല, അയാളല്ല ആവേണ്ടത്. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാളാണ് നിൽക്കേണ്ടത്. അയാൾ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ടെങ്കിൽ ജനം വീട്ടിൽ മൂലക്കലാക്കിയാൽ അദ്ദേഹം നിയമസഭയിൽ എത്തിയാൽ അതല്ലേ ആവേണ്ടത്. ആകാൻ പറ്റിയാൽ എന്താ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട സ്ഥാനമാണോ? എന്തുകൊണ്ടാണ് പിണറായി അതാവില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അല്ല, റിയാസ് എന്തായാലും വീട്ടിലുണ്ടാവും. വീട്ടിലെ സ്പീക്കറോ ഇതൊക്കെ ആവാം. എല്ലാവർക്കും ഫ്ലക്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്ലക്സ് ആരൊന്നും വെക്കാത്തതിൽ ആലോചനയില്ല ഞാൻ നിൽക്കുന്നത്. ഫ്ലക്സ് ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നമുക്കറിയില്ലേ, ഒരു ജനാധിപത്യ പാർട്ടി ആർക്കും അഭിപ്രായം പറയാം. ഒരു ബൂത്ത് പ്രസിഡൻ്റല്ല, ഒരു ബൂത്തിലെ പ്രവർത്തകന് പോലും അഭിപ്രായം പറയാനും ആ അഭിപ്രായം എന്താ പറയുക ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടല്ലേ ഈ 3-4 ആളുകൾ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പാർട്ടിയുടെ ഒരു എന്താ പറയുക ഹൈറ്റ് അല്ലത്. എന്താ മറുഭാഗത്തത് പറയാത്തത്? അതൊരു ഡെമോക്രാറ്റിക് പാർട്ടി എന്നല്ലേ പറയുന്നത്. പിണറായി അല്ലാത്തവൻ്റെ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ തല കാണില്ല ശരീരത്തിൽ. അപ്പം അത്രയും ഏകാധിപത്യം സ്വേച്ഛാധിപത്യം അപ്പുറത്ത് നിലനിൽക്കുമ്പോൾ 3-4 മുഖ്യമന്ത്രിയുടെ പേര് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്ന നിലക്ക് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളുടെ പേര് കൂടി ഈ ചർച്ചയിൽ വരുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ പേര് വ്യാപകമായിട്ട് വരുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ കഴിഞ്ഞകാല ഓരോ സാഹചര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആർക്കും ആവാം. ഇനിയിപ്പോൾ എന്താ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മുഖ്യമന്ത്രിയായ കുഴപ്പം? AICC തീരുമാനിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ലേ? അദ്ദേഹം മുഖ്യമന്ത്രി ആവില്ലേ? കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നു അവർ മുഖ്യമന്ത്രിയാവും. അതിൻ്റെ ചെറുപ്പം വലിപ്പമൊന്നുമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ആ മത്സരിക്കാത്ത ഒരാളിവിടെ മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ ഈ രാജ്യസഭയിൽ പോകുന്നവരൊക്കെ പിന്നെ അവർക്ക് ആ റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് വാദം വരില്ലേ? അവർക്ക് ജനങ്ങളായിട്ട് എന്താ ബന്ധം? ലോകസഭയിൽ 540 MP-മാരുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി MP-മാർ രാജ്യസഭയിലുണ്ട്. അവരല്ലേ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ രാജ്യസഭാ MP-മാർക്ക് നമ്മളെങ്ങനെ അംഗീകരിക്കാൻ ചോദിച്ചാൽ രാജ്യം മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു ബേസും ഇല്ല. കോൺഗ്രസിന്റെ ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം എനിക്കൊരു മതസ്ഥാനം അർഹതയെന്ന് പറയാൻ മടി. അല്ല, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ പാടെ വിട്ടുപോകണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ മന്ത്രിയാവണം അല്ലെങ്കിൽ MLA ആവണം, ജനാധിപത്യം അവരെ കൂടെ നിൽക്കണം, അധികാരം കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് രാജിവെച്ച് വന്നിട്ട് ഈ ഗതികേടിലാണല്ലോ. 28 കേസിലെ പ്രതിയാണ് ഞാൻ രാജിവെക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു കേസും ഇല്ല. പിന്നെ അതിന് പുറമെ വിജിലൻസ്, അതിന് പുറമെ ED, ഇതൊക്കെ ഏറ്റെടുത്തിട്ട് നമ്മൾ ഈ പോരാട്ടം എപ്പോഴും തുടരുന്നത്. അങ്ങനെ വല്ല പിണറായിയുടെ ആ കാറിലിങ്ങനെ ബാക്കിൽ കിടന്ന് പോകാൻ സൗകര്യം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ താങ്കൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്കതിൽ താങ്കളോട് പറയാനുണ്ട്. അല്ല, അത് താങ്കൾക്ക് എങ്ങനെ എഴുതാമല്ലോ, താങ്കളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നതാണോ അപ്പം നിങ്ങൾ എഴുതുക? അല്ല, ആണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതുക. മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. അല്ല, മുസ്ലിം ലീഗ് എന്താ പരസ്യ നിലപാട് സ്വീകരിച്ചത്? ഞാൻ മുസ്ലിം ലീഗ് ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം UDFന്റെ നേതൃത്വം കൂടി തീരുമാനമെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറയണ്ടേ? കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഈ മുന്നണിയെ നയിച്ചൊരു പാർട്ടിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് അവരല്ലേ തീരുമാനിക്കണം. അതിലൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ?
അധികാരത്തിൽ വരികയും ഇപ്പൊ താങ്കളും ടി കെ ഗോവിന്ദമാഷും വി കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും ഒക്കെ ജയിച്ചു വരികയും ഒക്കെ ചെയ്താൽ നിങ്ങൾ ഒരു പ്രത്യേക ബ്ലോക്കായി UDF-നകത്തൊരു സമ്മർദ്ദ ശക്തിയായി നടത്തുന്നുണ്ടോ? നമ്മൾ UDF അധികാരത്തിൽ വരില്ല, ഞാനടക്കം തോൽക്കും എന്ന് പറയുന്ന ആ ചർച്ചയാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിലൊരു പ്രസക്തി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ബ്ലോക്കോ കാ ബ്ലോക്കോ അര ബ്ലോക്കോ, ഇവിടെ രാഷ്ട്രീയമാണ് പ്രശ്നം, ഇവിടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഇവിടെ ലെഫ്റ്റ് ഉണ്ടാവണം. എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തീവ്ര വലതുപക്ഷമായി പിണറായി, ഇവിടുത്തെ റിയൽ ലെഫ്റ്റ് ഞങ്ങളാണ്, UDF ആണ്, ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നെഹ്റുവിയൻ ലെഫ്റ്റ് ഇവിടെ ആവശ്യമാണ്, ഇവിടെ ഒരു റിയൽ ലെഫ്റ്റ് ആവശ്യമാണ്. ലെഫ്റ്റിൻ്റെ പേരണിഞ്ഞ ഈ പറയുന്ന റൈറ്റ് ഫാസിസ്റ്റ് ആയിട്ടല്ല ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിയൽ ലെഫ്റ്റ് ഉണ്ടാവും. കോൺഗ്രസുമായും UDF-ഉമായും നന്നായി സഹകരിച്ച് പോകാൻ. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പല തുരുത്തുകളിലായിട്ടാണ് ഈ നേതാക്കന്മാർ നിൽക്കുന്നത്. ഇവരിൽ പലരും നാളെ ആക്രമിക്കപ്പെട്ടേക്കാം, പല രീതിയിലുള്ള ആക്രമണത്തിന് അവർ വിധേയാക്കാം. അപ്പോൾ ഇവരെല്ലാവരും ഒരു യുനാനിമസ് ആയിട്ട് ഒരു ഐക്യം, ആ എന്താ പറയുക, ഇവിടെ ലെഫ്റ്റിനെ കാക്കുന്നത് പോലെ തന്നെ അവരെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിലേക്ക് ഇത് പോകും, ഉറപ്പാണ്. അവിടെ അതിന് നേതൃത്വം കൊടുക്കണം. അങ്ങനെ വരുന്ന ലെഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പറയുന്ന ഇതിനോടനുബന്ധിച്ച് വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളൊക്കെ മുന്നിലുണ്ടാകും. പുതിയ പാർട്ടി എപ്പോഴാണ് ഉണ്ടാവുക? അല്ല, അത് 15-ാം തീയതിക്ക് ശേഷം ആലോചിക്കുന്നു പറഞ്ഞല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പിണറായിക്ക് അനുകൂലമായി LDF ഭരണം തന്നെ വരും എന്ന രീതിയിൽ പ്രതികരണം നമ്മൾ ശ്രദ്ധയിലുണ്ടാവും. എൻ്റെ ശ്രദ്ധയിൽ എനിക്കത് തമാശയായിട്ടാണ് തോന്നിയത്. കാരണം പിണറായിക്ക് തലക്ക് വല്ല അന്തമുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കൂടെ കൂട്ടുമോ? ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ. ആ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ വർഗീയ വിദ്വേഷം ജില്ലക്കെതിരെ പറഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ SNDP-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ആദ്യം ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആരാ ജയിച്ചു നോക്കുള്ളൂ? അദ്ദേഹത്തിൻ്റെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി 85% വോട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർഡിൽ കെട്ടിവെച്ച പൈസ അവരുടെ സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ടോ സംശയം. ആ രീതിയിലാണ് തോറ്റത്. അപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യന് ആ സമുദായം കൽപ്പിക്കുന്ന വില എന്ന് പറയുന്നത് ആ ബൂത്തിലേക്ക് നോക്കിയാൽ മതി. ആ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചിട്ട് അധികാരത്തിൽ വരാനാണ് ഈ പറയുന്ന പിണറായി ശ്രമിച്ചത്. അതോടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം.